ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നിത്യജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കുട്ടി സെൻറ്റൻസുകളാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ആ വാതിൽ ഒന്ന് അടക്കി, ദയവായി ആ വാതിൽ ഒന്ന് അടക്കി. ഇതെങ്ങനെ പറയാം? ഷട്ട് ദ ഡോർ പ്ലീസ്. ദയവായി വാതിൽ അടയ്ക്ക്. ഷട്ട് ദ ഡോർ പ്ലീസ്. ഷട്ട് ദ ഡോർ പ്ലീസ്. ദെൻ എന്താണ് നിന്നെ അലോസരപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് നിന്നെ ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് ട്രബ്ലിങ് യു? വാട്ട് ഈസ് ട്രബ്ലിങ് യു? വാട്ട് ഈസ് ട്രബ്ലിങ് യു? എന്താണ് നിന്നെ അലോസരപ്പെടുത്തുന്നത്? ദെൻ എൻ്റെ അടുത്തേക്ക് വരൂ. എൻ്റെ അടുത്തേക്ക് വരൂ. കം ക്ലോസർ ടു മീ. കം ക്ലോസർ ടു മീ. എൻ്റെ അടുത്തേക്ക് വരൂ. കം ക്ലോസർ ടു മീ. ദെൻ ഞങ്ങൾ വരാൻ റെഡിയാണ്. ഞങ്ങൾ വരാൻ റെഡി ആവുകയാണ്, അല്ലെങ്കിൽ വരാൻ തയ്യാറാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇതെങ്ങനെ പറയാം? വി ആർ റെഡി ടു കം. വി ആർ റെഡി ടു കം. ഞങ്ങൾ വരാൻ തയ്യാറാണ്, അല്ലെങ്കിൽ റെഡിയാണ്. വി ആർ റെഡി ടു കം. ഓക്കെ. ദെൻ നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിക്കുക, അല്ലെങ്കിൽ വേഗം പൂർത്തിയാക്കുക എന്നൊക്കെ പറയില്ലേ? അതെങ്ങനെ പറയാം? കംപ്ലീറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. കംപ്ലീറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. നിൻ്റെ പ്രഭാത ഭക്ഷണം പൂർത്തിയാക്ക്. കംപ്ലീറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. നിന്നെക്കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? നിന്നെക്കുറിച്ച് ചിന്തിക്ക്. ഇതെങ്ങനെ പറയാം? തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിന്നെക്കുറിച്ച് ചിന്തിക്ക്. തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. ദെൻ ഞാൻ എവിടേക്കും പോകുന്നില്ല. ഞാൻ എവിടേക്കും പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് എനിവെയർ. ഐ എം നോട്ട് ഗോയിങ് എനിവെയർ. ഞാൻ എവിടേക്കും പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് എനിവെയർ. ദെൻ അവൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയാം? അവൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇതെങ്ങനെ പറയാം? ഷീ ഈസ് നോട്ട് ലിസണിങ് ടു മീ. ഷീ ഈസ് നോട്ട് ലിസണിങ് ടു മീ. അവൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിനൊക്കെ നമുക്ക് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഷീ ഈസ് നോട്ട് ലിസണിങ് ടു മീ. നീ എത്ര നാൾ അവിടെ നിൽക്കും? നീ എത്ര നാൾ അവിടെ നിൽക്കും? ഹൗ ലോങ് വിൽ യു സ്റ്റേ ദെയർ? ഹൗ ലോങ് വിൽ യു സ്റ്റേ ദെയർ? നീ എത്ര നാൾ അവിടെ നിൽക്കും? ഹൗ ലോങ് വിൽ യു സ്റ്റേ ദെയർ? ദെൻ എനിക്ക് നിന്നെ സഹായിക്കണം. എനിക്ക് നിന്നെ സഹായിക്കണം. ഐ വോണ്ട് ടു ഹെൽപ്പ് യു. ഐ വോണ്ട് ടു ഹെൽപ്പ് യു. എനിക്ക് നിന്നെ സഹായിക്കണം. ഐ വോണ്ട് ടു ഹെൽപ്പ് യു. അവൾ നാളെ വരും, അല്ലെങ്കിൽ നാളെ വരുന്നുണ്ട്. അവൾ നാളെ വരുന്നുണ്ട്. ഷീ ഈസ് കമ്മിങ് ടുമോറോ. അവൾ നാളെ വരുന്നുണ്ട്. ഷീ ഈസ് കമ്മിങ് ടുമോറോ. ഷീ ഈസ് കമ്മിങ് ടുമോറോ. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയാം? ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള അർത്ഥത്തിനൊക്കെ എങ്ങനെയാണ് പറയുക? ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ദെൻ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ്. എങ്ങനെ പറയാം? ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു പ്ലേ ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ എം ഗോയിങ് ടു പ്ലേ ക്രിക്കറ്റ് with my friends. I'm going to play cricket with my friends. I'm going to play cricket with my friends. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ്. നീ ഇത് അർഹിക്കുന്നു. നീ ഇത് അർഹിക്കുന്നു. You deserve it.
യു ഡിസേർവ് ഇറ്റ്. നീ ഇത് അർഹിക്കുന്നു. യു ഡിസേർവ് ഇറ്റ്. ഞങ്ങളുടെ കൂടെ നിൽക്ക്. ഞങ്ങളുടെ കൂടെ നിൽക്ക്. സ്റ്റേ വിത്ത് അസ്. സ്റ്റേ വിത്ത് അസ്. ഞങ്ങളുടെ കൂടെ നിൽക്ക്. സ്റ്റേ വിത്ത് അസ്. ഞാൻ തനിച്ചാണ്. ഞാൻ തനിച്ചാണ്. ഐ എം അലോൺ. ഐ എം അലോൺ. ഞാൻ തനിച്ചാണ് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്. എങ്ങനെ പറയാം? ഐ എം അലോൺ. അവനെ ശല്യപ്പെടുത്തുന്നത് നിർത്ത്. അവനെ ശല്യപ്പെടുത്തുന്നത് നിർത്ത്. സ്റ്റോപ്പ് ഇറിറ്റേറ്റിംഗ് ഹിം. സ്റ്റോപ്പ് ഇറിറ്റേറ്റിംഗ് ഹിം. അവനെ ശല്യപ്പെടുത്തുന്നത് നിർത്ത്. സ്റ്റോപ്പ് ഇറിറ്റേറ്റിംഗ് ഹിം. എന്നോട് ക്ഷമിക്കണം, ഞാനത് കേട്ടില്ല അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം, ഞാനത് കേട്ടില്ല. ഐ എം സോറി, ഐ ഡിഡ് നോട്ട് ഹിയർ. ഐ എം സോറി, ഐ ഡിഡ് നോട്ട് ഹിയർ. എന്നോട് ക്ഷമിക്കണം, ഞാനത് കേട്ടില്ല. ഐ എം സോറി, ഐ ഡിഡ് നോട്ട് ഹിയർ. ദെൻ എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരാവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ പോകേണ്ടതായിട്ടുണ്ട്. എങ്ങനെ പറയാം? ഐ നീഡ് ടു ഗോ ടു ദി ബാങ്ക്. ഐ നീഡ് ടു ഗോ ടു ദി ബാങ്ക്. എനിക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ പോകേണ്ടതായിട്ടുണ്ട്. ഐ നീഡ് ഗോ ടു ദി ബാങ്ക്. ദെൻ നിങ്ങൾ ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ നന്ദി അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതെങ്ങനെ പറയാം? ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സപ്പോർട്ട്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സപ്പോർട്ട്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ സഹായത്തിന് നന്ദി. നമ്മൾ റിയൽ ലൈഫിൽ ഇടയ്ക്കെങ്കിലും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. നമ്മൾ ഗ്രാമർ കൂടുതൽ ഉൾപ്പെടുത്താതെ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളിലേക്ക് ഡയറക്റ്റ് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രാമർ പഠിച്ചതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനിലേക്ക് അത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഗ്രാമർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ള അറിവ് വർദ്ധിക്കും. എങ്കിലും നമുക്കിപ്പം ആവശ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള കഴിവാണ്. അപ്പം ഇംഗ്ലീഷ് സംസാരിച്ച് വേണം എന്ത് ചെയ്യാൻ? ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് താഴെ രേഖപ്പെടുത്താൻ ആരും വിട്ടുപോകരുത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതില്ല അല്ലേ? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ദിസ് ഈസ് സൂര്യ സൈനിങ് ഓഫ്. ബൈ.